ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മീൻ കറിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ശീലാവ് എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. അപ്പോൾ അത് ലേശം തേങ്ങയൊക്കെ വറുത്ത് വെച്ചൊരു കറി കേട്ടോ. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം ജീരകം 2-3 ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ നാളികേരം കൂടി ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം കുറച്ച് 2-3 കുരുമുളക് അതും കൂടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. ലേശം തേങ്ങ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികളിടണം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫായി ചെയ്തേക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇട്ടൊന്ന് ചൂടായതിന് ശേഷം വാങ്ങി വെച്ച് മിക്സിയിൽ അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. ഒരു കടുക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് ഈ കറിക്ക്. ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3-4 പച്ചമുളക്, കറിവേപ്പില അത് ഇട്ടതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതൊഴിച്ച് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനും കൂടിയിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്, ആവശ്യാനുസരണം ഉപ്പും ചേർത്തിട്ടുണ്ട്. തിളയ്ക്കാൻ നിൽക്കണ്ട, മീനും കൂടിയിട്ട് ശീലാവ് എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ഞങ്ങളിവിടെ ശീലാവ് എന്നാണ് പറയണത്. മറ്റുള്ള സ്ഥലത്ത് എന്താ പറയണതെന്ന് അറിയില്ല. എന്തെങ്കിലും വേറെ പേരുണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതണേ. എന്നിട്ട് എല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അധികം വേവുള്ള മീനൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. ഇത് ചെറിയ മീനാട്ടോ, വലിയ മീന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ നോക്കി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവി വേണമെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചിട്ട് നല്ല കഷ്ണത്തിൽ പൊതിഞ്ഞിരിക്കണ പോലെ വയ്ക്കാം. ഞാൻ ഇത്തിരി ഗ്രേവി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മീൻ കറിയാണ്. പിന്നെ ഇതിനകത്തേക്ക് ഈ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ, അതും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞ് നല്ല വലിയ ഉള്ളി ആയതുകൊണ്ടേ പെട്ടെന്ന് നന്നാക്കി കിട്ടി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ല അടിപൊളി കറി. പെട്ടെന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. നല്ല ടേസ്റ്റുള്ള മീൻ കറി കേട്ടോ, അടിപൊളി. ശീലാവ് വറുത്തരച്ച് വെച്ചത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.